ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അദ്ദേഹം അന്ന് അധികാരത്തിൽ വന്ന സമയത്ത് ഒരുപാട് ട്രോളുകൾക്കൊക്കെ വിധേയനായ മനുഷ്യൻ കൂടിയാണ്. പിന്നീട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്കാണ് നമ്മളത് ചൂണ്ടിക്കാട്ടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവായിട്ട് പോലും ഞാൻ കരുതില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുള്ളവർ അദ്ദേഹം കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. കഴിവുള്ളവരെ ഉൾപ്പെടുത്തി ടീമുണ്ടാക്കിയിട്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന വരികളൊന്നും അദ്ദേഹത്തിൻ്റെ അല്ലാതെ എനിക്ക് തന്നെ അറിയാം. കാരണം പണ്ടേ പരിചയമുള്ളതാണ്. അപ്പോൾ ഇത്തരം സാഹിത്യം അല്ലെങ്കിൽ ഇത്തരം സാങ്കേതികകാരുടെ ശിവൻകുട്ടിയാണ്. അതാണ്. അപ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഭയന്നിരുന്ന ഒരാളാണ്. വിദ്യാഭ്യാസ കാലത്ത് ചട്ടമ്പിയായിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷേ അത് അദ്ദേഹം മന്ത്രിയായപ്പോൾ കഴിവുള്ളവർ യൂണിവേഴ്സിറ്റി കോളേജിൽ ചെയർമാനായിരുന്നു ഞാൻ അവസാനത്തെ കേസ് ചെയർമാനായിരുന്നു. കേസുകാർ പലരും ഇദ്ദേഹം വരുമെന്ന് പറഞ്ഞാൽ കോളേജ് വരില്ലായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് പോട്ടെ. പക്ഷേ അദ്ദേഹം മന്ത്രിയായപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരുപാട് അറിവുണ്ടായതല്ല, ജീവിത പരിചയമുണ്ട്. പക്ഷേ അദ്ദേഹം കഴിവുള്ള ഒരു ടീമിൽ വെച്ചിട്ട് അപ്പോൾ പലതും നമുക്ക് വായിക്കുമ്പോൾ പലർക്കും അതിശയം തോന്നും. പക്ഷേ അദ്ദേഹം ശിവൻകുട്ടി ഇതെല്ലാം ഞങ്ങൾക്കും അറിയാം. പക്ഷേ അതുപോലെ ഈ ആരോഗ്യമന്ത്രി കഴിഞ്ഞില്ല എന്നാണ്. കഴിവുള്ളവരെ ഉപയോഗിച്ച് നടത്താം. ഇപ്പോൾ ഈ നടക്കുന്നത് ഡോക്ടർമാരുടെ സമരം, നേഴ്സുമാരുടെ സമരം, അങ്ങനെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ചൂടുപിടിച്ച് ഓരോ ദിവസവും ഇങ്ങനെ വരികയും ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് ഇത് എന്തു പറ്റിയെന്നുള്ളത് പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരവാദി മന്ത്രി മാത്രമായി ചുരുങ്ങുകയാണോ? അല്ല, മന്ത്രിയാണ് നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന മന്ത്രി. പക്ഷേ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്, CPM പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ കേരളത്തിലെ നഴ്സുമാർ, ആശാ വർക്കർമാർ, ഡോക്ടർമാർ, വിവിധതരം ഡോക്ടർമാർ, നഴ്സുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിൽ ആവർത്തിച്ച് പറയുകയാണ് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നുള്ള കാര്യം. സർക്കാർ നഴ്സുമാർ സമരം സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. ചർച്ചയ്ക്ക് വിളിച്ച് ഇതിന് പ്രശ്നപരിഹാരം വേഗത്തിൽ വേണ്ടതാണ്. അതിനകത്ത് ഞാൻ അടുത്ത കാലത്തൊരു ചർച്ചയിലും പറഞ്ഞു, ആരോഗ്യമന്ത്രി ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട അവർ ഗവൺമെൻറ് വകുപ്പിൻ്റെ മാത്രം മന്ത്രിയല്ല. കേരളത്തിൽ അത് ആയുർവേദമായാലും ഹോമിയോ ആയാലും പ്രൈവറ്റ് ആയാലും പ്രകൃതി ചികിത്സക്കാരൻ ഇതെല്ലാം കൂടി ചേർന്നാണ് ഹെൽത്ത് സിസ്റ്റം. ഇവരെല്ലാത്തിനും കൂടെ മന്ത്രിയാണ്. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിൽ ശമ്പളം കുറവാണെങ്കിൽ അത് ആരോഗ്യമന്ത്രി ഇടപെടേണ്ട വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നഴ്സുമാർ, ആശാ വർക്കർമാർ, ഈ സകല ഡോക്ടർമാരെല്ലാം സമരം ചെയ്യുകയാണ്. ഇവരെല്ലാവരും CPM ആണ്, CPM വിരുദ്ധമാണ്. ഇവരെല്ലാവരും UDF ആണ്. അങ്ങനെയല്ല. അപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെ എല്ലാ സമൂഹവും സമരത്തിലാണെങ്കിൽ വകുപ്പിൽ പ്രശ്നമുണ്ട്. അതിന് വകുപ്പിലെ സാങ്കേതിക വിഷയങ്ങൾ പരിഹാരം കാണുകയാണ് വേണ്ടത്. അല്ലാതെ പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമില്ല.